പിണറായി വിജയൻ തരുന്നത് പോലെ കിറ്റല്ല. കിറ്റ് തന്നിട്ട് കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്നിട്ട് വോട്ട് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്ന പോലത്തെ ഉളുപ്പില്ലാത്ത പരിപാടിയല്ല. ക്യാപ്പബിലിറ്റിയാണ് തരുന്നത് നിങ്ങൾക്ക്. നിങ്ങളുടെ റേഷൻ കാർഡ് എന്ന് പറയുന്നത് പുഴുത്തരി മാത്രം വാങ്ങാനായിട്ടുള്ള ഒരു ഉപകരണമല്ല ഇനി മുതൽ. BJP ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പ്രതിമാസം 2500 രൂപയുടെ ഗ്യാരണ്ടി, ഭക്ഷണത്തിനും മരുന്നിനുമുള്ള ഗ്യാരണ്ടി നിങ്ങളുടെ വീടുകളിലുണ്ടാവും. ഇത് നിങ്ങൾ വേണ്ടെന്ന് വെക്കും. എന്തുകൊണ്ടാണ് സർക്കാരിന്റെ പാലിയേറ്റീവ് കെയർ പ്രയോജനം ഇല്ലാത്തത്? ആംബുലൻസ് ഇല്ല, ആകെ ഒരൊറ്റ നഴ്സ് അല്ലെങ്കിൽ ഒരു ആശാ വർക്കർ, ഇവരെ കൊണ്ടാണ് ഇത് മൊത്തത്തിൽ ഓടുന്നത്. ഇവർക്ക് ആകെ കയ്യിലുള്ളത് പാരസിറ്റമോൾ പോലത്തെ ഗുളികകളും എന്തെങ്കിലും സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനുകളുമാണ്. അത് ഇവര് ഇനിഷ്യേറ്റീവ് എടുത്ത് പാവം തോന്നിയിട്ട് പലതും കൊണ്ടു തരുന്നതാണ്. ഡയപ്പറുകളോ അല്ലെങ്കിൽ ഈ യൂറിൻ ബാഗുകളോ അങ്ങനത്തെ യാതൊരു അസിസ്റ്റൻസും ലഭ്യമല്ല, ഒന്നും തന്നെ ഇല്ല. ഈ പാലിയേറ്റീവ് കെയറിൽ ബുക്ക് ചെയ്താൽ തന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവർ തിരിച്ചു വിളിച്ച് എന്താ ഏതാ എന്നൊക്കെ ചോദിക്കുന്നത്. ആക്ച്വലി എനിക്ക് ഒരു സ്ഥലത്തുനിന്ന് റിപ്ലൈ വന്നപ്പോഴത്തേക്ക് എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞിരുന്നു. ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ എല്ലാ വ്യക്തികളും ഇതിന്റെ പ്രയോജനം അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? അതിന്റെ ഉത്തരവ് നിങ്ങൾക്കറിയാം. ഇടതുപക്ഷം സമ്മതിക്കാത്തത് കൊണ്ട് കിട്ടുന്നില്ല. നമുക്കറിയാം വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയുണ്ട്. അവരുടെ ചികിത്സ എന്ന് പറയുന്നത് 100% ഫ്രീ ആണ്. കേരളത്തിൽ എന്തുകൊണ്ടാണ് കിട്ടാത്തത്? BPL കാർഡ് ഉടമകളും പാവപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാർക്ക് പ്രതിമാസം 2500 രൂപയുടെ ഭക്ഷ്യസുരക്ഷാ കാർഡുകളാണ് വരാൻ പോകുന്നത്. ഈ കാർഡ് ഉപയോഗിച്ച് അവർക്ക് മാസം ഭക്ഷ്യസാധനങ്ങൾ അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങളും വാങ്ങാം, മരുന്നും വാങ്ങാം.